ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് കേട്ടോ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പൊന്മുടിയിൽ പോകാമെന്ന് വെച്ചിട്ട് അവിടെ ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പോകാമെന്ന് വെച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും കോടയൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് വെച്ചു. ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് പൊന്മുടിയിൽ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയെന്ന് വെച്ചാൽ 2 വർഷം മുമ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു സീസണിലല്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കോടയെന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ പോയപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പരിപ്പിക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതേ കോട ഫുള്ള് കോടയെന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ കോട മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്താറായപ്പോൾ തന്നെ ആ കോട നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇരുവശങ്ങളിലായിട്ട് ഭയങ്കര കോടയായിരുന്നു കേട്ടോ. ഒരു ബ്യൂട്ടി, ഒരു നേച്ചർ ബ്യൂട്ടി എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു. ശരിക്കും ഈ ഒരു സീസണിൽ നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓവറായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ. ആ ചെക്ക് പോസ്റ്റിൽ വെച്ച് അവർ നമ്മളെ തിരിച്ചയക്കുക ചെയ്യുന്ന. മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളവർ കടത്തി വിടും. നമുക്കവിടെ പോയി എൻജോയ് ചെയ്യാം. പിന്നെ ഒരു 4 മണിവരെ എന്തോ ആണ്, 4 മണിവരെ കയറ്റി വിടത്തുള്ളൂ. ആ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളെ 4 മണിവരെ കയറ്റി വിടത്തുള്ളൂ. അതിന് മുമ്പ് നമ്മളവിടെ ആ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നു കിട്ടണം. അത് ഒരു 22 ഹെയർ പിൻസാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ വളരെ കൗതുകം തന്നെ ഓരോ കാര്യമായിരുന്നു കേട്ടോ. ഫസ്റ്റ് നിരഞ്ജൻ കുഞ്ഞായിരുന്നപ്പം ഈ ഒരു ടൈമിൽ നിരഞ്ജൻ ഉണ്ടായിരുന്ന ടൈമിലാണ് ആദ്യമായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സെക്കൻഡ് ടൈം ഞങ്ങൾ പോകുന്ന നിരഞ്ജനെ ഉണ്ട്. 2 പേരെയും കൂടെ കൊണ്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് കോട നിറഞ്ഞ് നിൽക്കുക. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രീതിയിൽ കോട ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ കോട കൊണ്ട് അവിടെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ക്യാമറയിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ, മലഞ്ചെരിവ് ഫുള്ളും കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൊന്നും ഞങ്ങൾ കയറാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ അട്ടേരെ ശല്യം ഉള്ളതുകൊണ്ട് അത് കയറുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, താഴെയുള്ള താഴ്വര പോലെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര കോട മൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തണുപ്പിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ട് കൊച്ചിൻ്റെ മൂക്ക് ചുമന്നിരിക്കുന്ന നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അതേ താഴോട്ട് നോക്കിയാൽ താഴോട്ട് ഫുള്ളും കോടയാട്ടോ. ഫുള്ളും കോട നിറഞ്ഞു നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ കോട നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൂടെയൊക്കെ അത് പോകുന്നതാണ്. ഭയങ്കര ഒരു സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ക്ലൈമറ്റ്. ആദ്യത്തെ തവണ പോയപ്പോഴെന്ന് വെച്ചാൽ ഇതൊന്നും കാണാൻ പറ്റിയില്ല. കോട അതൊരു വേനൽ സമയമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല. സത്യത്തിൽ പൊന്മുടി പോലുള്ള നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം, പിന്നെ നമ്മുടെ മഞ്ഞുകാലം ഇല്ലേ, ആ ഒരു സമയത്തൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് ക്ലൈമറ്റ് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂഡായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇവിടെ വന്നിട്ട്. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഭയങ്കരമായിട്ട് കോട മൂടി കിടക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വരാൻ നേരത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മഴയാ കാരണം കയറ്റി വിടോ, കാരണം ആ സമയത്ത് നല്ല മഴയുള്ള ടൈമല്ലേ. അപ്പോൾ മഴ കാരണം കയറ്റി വിടോ, യാത്ര എങ്ങനെയാവുമെന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെയും വെച്ചിട്ടായതുകൊണ്ട്. പിന്നെ കുഴപ്പമില്ല, എന്തായാലും പോകാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്ത്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആൾക്ക് ഇങ്ങനത്തെ യാത്രകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ശരി നമുക്ക് പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നതാണ്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. മലയുടെ ആ ഒരു സൈഡ് കണ്ട 2 ഷെയ്ഡായിട്ട് നിൽക്കുന്ന, ഒരു സൈഡ് വെയിലും ഒരു സൈഡ് നിഴലുമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം. അവിടെ വന്ന് ഒട്ടുമിക്ക ആളുകളും ആ ഒരു വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിരഞ്ജന അവർ 2 പേർക്കും മങ്കി ക്യാപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ട് മങ്കി ക്യാപ്പും കൊണ്ടാണ് പോയേക്കുന്നത്. കണ്ട കോട കാണാനുണ്ട്. അതേ കണ്ടില്ലേ വീഡിയോസ്. ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും കോട. സത്യത്തിൽ നമ്മൾ ഈ ഒരു മഞ്ഞുകാലത്തും പിന്നെ ഇതുപോലെ റെയിനി സീസണിലും തന്നെ പോകണം കേട്ടോ പൊന്മുടി കാണാൻ വേണ്ടി. എങ്കിലേ ഇതുപോലെ കോട നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പൊന്മുടി ചെന്നിട്ട് കോട ഇല്ലാതെ നമ്മൾ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നിരഞ്ജൻ്റെ ടൈമിൽ, അതായത് 2 വർഷം മുന്നേ പോയെന്ന് വെച്ചാൽ ആ സമയത്ത് കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു തണുപ്പുണ്ട്, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെയിലുള്ള സമയമായിരുന്നേ. വെയിൽ ഭയങ്കരമായിട്ട് കത്തിക്കുന്ന സമയമായിരുന്നു. വെയിലിൻ്റെ തീവ്രത നമുക്ക് അനുഭവിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വലിയ ആസ്വാദനമെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണയെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പരിപ്പിക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ആ കോട നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു ആശ്ചര്യമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന. അപ്പോൾ ആൾക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ണികളായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നമ്മുടെ അടുത്തൂടെ മഞ്ഞിങ്ങനെ നമ്മളെ മൂടിക്കൊണ്ട് പോകണ കാണുമ്പം
ഒരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നതേ. അപ്പം ഞങ്ങൾ ഒരുപാട് അത് എൻജോയ് ചെയ്ത് കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്ത്. നിരഞ്ജനായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ദേ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് നമ്മൾ അടുത്തൂടെ കോട പോകുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയുടെ ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു ഞാൻ കാണിച്ചു തന്നാലേ സൂപ്പർ വൈബാ. നോക്കി ഇത് കണ്ടില്ലേ, ഫുള്ളും കോട കൊണ്ട് മൂടി. ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഫുള്ള് മൂടി. ഞങ്ങൾ ചെന്ന സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. കോട ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു രീതിയിൽ മൂടുന്ന രീതിയിലുണ്ടായിരുന്നില്ല. പക്ഷേ സമയം കഴിയും തോറും കോട മൂടി മൂടി വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചായ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഒരു ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ താഴെയായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബ്രെഡും മുട്ടയാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അവിടെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് മറ്റേ നമ്മുടെ ഫോറസ്റ്റ് വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ എത്തുമ്പം. അപ്പം നമ്മുടെ കോഫിയും ബ്രെഡും മുട്ടയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുത്തെ പുറത്തെ കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലൊരു കുടിൽ പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം നമുക്ക്. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല. ഞങ്ങൾ അവിടെ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറെ ആൾക്കാരൊക്കെ അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നേ. എന്ത് രസമാണ് അവർ ആ ഒരു ഏറുമാടം പോലെ കെട്ടിയേക്കുന്നതാണ്. എന്ത് രസമാണ്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോറസ്റ്റിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ മേടിച്ചത് ഈ രക്തചന്ദനത്തിൻ്റെ പൊടി കേട്ടാ. ഇത് നല്ലതാണ്, നമ്മുടെ കറുത്ത പാടൊക്കെ മാറാൻ നല്ലതാണ്. ഇത് അവിടെ ആദിവാസികൾ കൊടുക്കുന്ന സാധനമെന്നാണ് അവർ പറഞ്ഞത് കേട്ടാ. ആദിവാസികളിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ അവർ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പം എന്തായാലും മായം കാണില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. വില കുറച്ച് കൂടുതലായെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മായം ചേർക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടുള്ളൊരു പാർക്കാട്ടോ ഇത്. അവിടെ നല്ല രസം ഉണ്ണിയൊക്കെ കളിക്കാൻ വേണ്ടി. അന്ന് നിരഞ്ജനയും കൊണ്ട് പോയ സമയത്ത് ഇതിലെ ഈ റൈഡ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ റൈഡൊക്കെ ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. 2 വർഷത്തെ പഴക്കമുണ്ടല്ലോ. അപ്പോൾ റൈഡൊക്കെ ചിലത് പൊട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ റൈഡിലൊന്നും കയറ്റിയില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ കോടയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടാം. കാരണം മഴ ചെറുതായിട്ട് തൂളാൻ തുടങ്ങി. അപ്പോൾ ഉണ്ണികളുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്ത് നിന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളൊക്കെ വന്ന വഴിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലോട്ട് കയറിയാൽ പിന്നെ കടകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ കയറിയതാണ്. അപ്പോൾ ആ സമയത്ത് മഴയും പെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി അത് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അധികം വൈകാതെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏകദേശം നേരം ഇരുട്ടുന്ന ഒരു ടൈമായി. അപ്പോൾ ഇനി കൂടുതൽ വൈകിയ ഇനി 22 ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ ഉണ്ണികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം നേരം പിന്നെ അവിടെ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊന്മുടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.